കൗരവ പാണ്ഡവ കുമാരന്മാരുടെ ആയുധാഭ്യാസ പ്രദർശനം കാണുവാൻ രാജാവും രാജ്ഞിമാരും ഉദ്യോഗസ്ഥ പ്രമുഖരുമെല്ലാം എത്തിക്കഴിഞ്ഞു. ജനങ്ങൾ ആകാംക്ഷയോടെ അഭ്യാസ പ്രകടനങ്ങൾ കാണുവാൻ വിടർന്ന മിഴികളുമായി കാത്തിരിക്കുന്നു. കുമാരന്മാരെല്ലാം ആയുധാഭ്യാസ പ്രകടനത്തിന് തയ്യാറായി നിൽക്കുന്നു. എല്ലാ കണ്ണുകളും ആയുധാഭ്യാസ വേദിയിലേക്ക് നീണ്ടു. അപ്പോഴതാ ശുഭ്രവസ്ത്രധാരിയായ ദ്രോണാചാര്യർ തൻ്റെ മകനോടൊപ്പം വേദിയിലെത്തി പ്രാരംഭ ചടങ്ങുകളൊക്കെ നിർവഹിക്കുന്നു. ദ്രോണാചാര്യർ തിങ്ങി നിറഞ്ഞ ആ സദസ്സിനെയും പ്രമുഖ വ്യക്തികളെയും നോക്കി പറയുന്നു: മഹാരാജാവേ, വിശിഷ്ട വ്യക്തികളെ, പൗരജനങ്ങളെ, എൻ്റെ പ്രിയ ശിഷ്യന്മാരുടെ ആയുധാഭ്യാസ പ്രകടനങ്ങൾ ഇവിടെ ഇതാ അരങ്ങേറുകയാണ്. എനിക്കറിയാവുന്ന എല്ലാ ആയുധവിദ്യകളും എൻ്റെ ശിഷ്യർക്കായി ഞാൻ നൽകിയിരിക്കുന്നു. പക്ഷേ പഠിപ്പിച്ച വിദ്യകൾ പഠിച്ചതിലും പ്രയോഗിക്കുന്നതിലും എൻ്റെ ശിഷ്യർ വ്യത്യസ്തരാണ്. പഠന മികവുകൾ പുലർത്തിയത് ആരൊക്കെയെന്നും ആയുധാഭ്യാസത്തിൻ്റെ കഴിവുകളും ചാരുതയുമൊക്കെ ആർക്കൊക്കെയെന്ന് കാഴ്ചക്കാരെ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നിങ്ങളുടെ കൺമുന്നിൽ അരങ്ങേറുവാൻ പോകുന്ന ഈ ആയുധാഭ്യാസത്തിൻ്റെ ഉത്സവം നിങ്ങൾ ആസ്വദിക്കുക, അഭിപ്രായങ്ങൾ പറയുക, കുമാരന്മാരെ ആശീർവദിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ദ്രോണാചാര്യർ വേദിയിൽ നിന്നും പിൻവാങ്ങി. മുൻനിരയിൽ ഭീഷ്മപിതാമഹൻ, ധൃതരാഷ്ട്രർ, വിദൂരൻ, ഗാന്ധാരി, കുന്തിദേവി മുതലായവരെല്ലാം കുമാരന്മാരുടെ അഭ്യാസ പ്രകടനങ്ങൾ കാണുവാൻ എത്തിയിട്ടുണ്ട്. കൊട്ടും മേളവും മുഴങ്ങി. കാണികളുടെ കരഘോഷം അന്തരീക്ഷത്തിൽ അലയടിച്ചു. ദ്രോണാചാര്യരുടെ രംഗപൂജ കഴിഞ്ഞതോടുകൂടി ഭൃത്യന്മാർ ആയുധങ്ങൾ കൊണ്ടുവയ്ക്കുന്നു. 105 കുമാരന്മാർ പടച്ചട്ടകളണിഞ്ഞ് നിരനിരയായി എത്തുന്നു. ജനങ്ങൾ സന്തോഷം കൊണ്ട് മതിമറന്നു. ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കൗമാര സൂര്യന്മാരെ പോലെ ആ കുമാരന്മാർ തിളങ്ങി. എത്ര സൗന്ദര്യമാണ് ഈ രാജകുമാരന്മാർക്ക്! ജനങ്ങൾ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി പരസ്പരം പറയുന്നു. കുമാരന്മാർ അമ്പും വില്ലുമെടുത്ത് അമ്പെയ്ത്തു തുടങ്ങി. അന്തരീക്ഷത്തിലൂടെ മിന്നലുകൾ പോലെ പാഞ്ഞു പോകുന്ന അസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ പോരാ, അസ്ത്രങ്ങളുടെ പെരുമഴ തന്നെ. അമ്പുകൾ തങ്ങളുടെ മേൽ പതിച്ചാലോ എന്ന് ഭയന്ന് കാണികൾ തല താഴ്ത്തുന്നു. പല വിധത്തിലുള്ള ആയുധങ്ങൾ ഏന്തി രാജകുമാരന്മാർ രംഗത്ത് പ്രത്യക്ഷപ്പെട്ടു. ചിലർ കുതിരപ്പുറത്ത്, ചിലർ ആനപ്പുറത്ത്, മറ്റു ചിലർ തേരിലും ഇരുന്ന് പല അഭ്യാസ പ്രകടനങ്ങളും കാണിക്കുവാൻ തുടങ്ങി. കാണികൾ വിസ്മയഭരിതരായി ഇമ ചിമ്മാതെ നോക്കി നിൽക്കുന്നു. ജനങ്ങളുടെ ഹർഷാരവം കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി. പിന്നീട് ദുര്യോധനനും ഭീമസേനനും ഗദയുമേന്തി കളത്തിലിറങ്ങി. തുല്യ ശക്തികളുടെ ഗദാഭ്യാസം. ഭീമനും ദുര്യോധനനും ഗദായുദ്ധ പ്രകടനത്തിൽ കാണികളെ അമ്പരപ്പിക്കുക തന്നെ ചെയ്തു. ദ്രോണർ വീണ്ടും അഭ്യാസവേദിയിൽ പ്രത്യക്ഷപ്പെട്ടു. ആർപ്പുവിളികൾ അടങ്ങി. മേളവാദ്യങ്ങൾ നിലച്ചു. വേദിയും സദസ്സും ശാന്തം. ദ്രോണർ പറയുന്നു: ഇനി ഇവിടെ അഭ്യാസ പ്രകടനങ്ങൾ അവതരിപ്പിക്കുവാൻ പോകുന്നത് അർജുനൻ. എൻ്റെ മകനേക്കാൾ എനിക്ക് പ്രിയങ്കരനായ എൻ്റെ പ്രിയ ശിഷ്യൻ അർജുനൻ. ആ പേര് ദ്രോണർ പറഞ്ഞപ്പോഴേക്കും സദസ്സ് ഇളകിമറിയുന്നു. അർജുനൻ, അർജുനൻ, കുന്തിപുത്രൻ, മധ്യമ പാണ്ഡവൻ. ജനങ്ങളുടെ നാവിൽ ആ പേര് വീണ്ടും വീണ്ടും ഉയരുകയാണ്. തൻ്റെ പുത്രനോടുള്ള ജനങ്ങളുടെ സ്നേഹവാത്സല്യങ്ങളും ആർപ്പുവിളികളും കേട്ട കുന്തിദേവിയുടെ മിഴികൾ സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകി. സദസ്സിൻ്റെ ഈ ശബ്ദങ്ങൾ കേട്ട് അന്ധനായ ധൃതരാഷ്ട്രർക്ക് ഒന്നും മനസ്സിലായില്ല. അദ്ദേഹം വിതുരനോട് വിവരം അന്വേഷിക്കുന്നു. അത് അർജുനൻ വേദിയിലെത്തിയതിനെ തുടർന്നുള്ള ആരവമാണ്. വിതുരൻ ധൃതരാഷ്ട്രരോട് പറഞ്ഞു. രംഗം അല്പം ശാന്തമായപ്പോൾ ഉറച്ച കാൽവയ്പോടെ പക്വതയെത്തിയ വില്ലാളിയെപ്പോലെ തന്നെ അർജുനൻ കളത്തിലെത്തി സദസ്സിനെ വന്ദിക്കുന്നു. പിന്നെ അവിടെ ഒന്നൊന്നായി ആരംഭിക്കുകയായി അർജുനൻ്റെ അഭ്യാസ പ്രകടനങ്ങളുടെ പെരുമഴ പെയ്ത്ത്. കയ്യുറയും പൊൻകവചവും അമ്പുകൾ നിറഞ്ഞ ആവനാഴിയുമായി അമ്പും വില്ലും ധരിച്ച അർജുനൻ കളത്തിലിറങ്ങി നിൽക്കുന്നു. ആയുധവിദ്യയുടെ കരുത്തിൽ ആകാശം മുട്ടയുയർന്നു നിൽക്കുവാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഈ മധ്യമ പാണ്ഡവൻ അർജുനൻ. കാണികളെ അത്ഭുതപ്പെടുത്തുന്ന വിദ്യകൾ ഒന്നൊന്നായി അർജുനൻ അവിടെ പ്രയോഗിച്ചു തുടങ്ങി. ആഗ്നേയാസ്ത്രം കൊണ്ട് തീയുണ്ടാക്കി, വാരുണാസ്ത്രം കൊണ്ട് ജലം. ക്ഷണനേരം കൊണ്ട് തേർനുഖത്തിലും തേർത്തടത്തിലും കാണപ്പെട്ടു. വട്ടം ചുറ്റുന്ന ലോഹവരാഹത്തിൻ്റെ വായിലേക്ക് 5 അമ്പ് എയ്തു. കയറിൽ തൂങ്ങിയാടുന്ന ഒരു കാളക്കൊമ്പിലേക്ക് 29 അസ്ത്രങ്ങൾ അർജുനൻ എയ്തുകൊള്ളിച്ചു. ഒടുവിൽ അന്തർധാനാസ്ത്രം കൊണ്ട് അർജുനൻ അപ്രത്യക്ഷനുമായി. അർജുനന്റെ അഭ്യാസ പ്രകടനങ്ങൾ കണ്ട് കാണികളെല്ലാം തങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ നിന്നും അറിയാതെ എഴുന്നേറ്റുപോയി. അവർ കരഘോഷം മുഴക്കുന്നു, ആർപ്പു വിളിക്കുന്നു: അർജുനൻ, അർജുനൻ, വില്ലാളി വീരൻ അർജുനൻ. കാണികളുടെ സ്നേഹവും പ്രശംസകളും ഏറ്റുവാങ്ങി അർജുനൻ അങ്ങനെ നീലാകാശത്തോളം ഉയർന്നു നിൽക്കുന്ന പ്രതീതി. ആ അന്തരീക്ഷത്തിൽ പൊടുന്നനെ പ്രവേശന കവാടത്തിൽ അതിശക്തമായ ഒരു കൈകൊട്ട് കേൾക്കുന്നു. എല്ലാ ആരവങ്ങൾക്കും മുകളിലായി ആ കൈകൊട്ടിൻ്റെ ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങി നിന്നു. ആരാണ് ഒറ്റയ്ക്ക് കൈകൊട്ടുന്നത്? ജനങ്ങളെല്ലാം ആകാംക്ഷയോടെ പ്രവേശന കവാടത്തിലേക്ക് ഉറ്റുനോക്കി. പ്രവേശന കവാടത്തിൽ അവിടെ കാണുകയായി
ജന്മസിദ്ധ ചട്ടയും കവചകുണ്ഡലങ്ങളുമായി പൊൻപന പോലെ പൊക്കമുള്ള സൂര്യ തേജസ്സോടെ അയാൾ, അത് മറ്റാരുമല്ല കർണൻ. അമ്പരന്നു നിൽക്കുന്ന ആൾക്കൂട്ടത്തിന് നടുവിലൂടെ കർണൻ നടന്നു വരുന്നു. വില്ലും വാളും ധരിച്ച് ആ നടന്നു വരുന്ന കർണനെ കണ്ട് എല്ലാവരും ഇമചിമ്മാതെ നോക്കി നിന്നുപോയി. അപ്പോൾ അവിടെയുണ്ടായിരുന്ന എല്ലാ പ്രഭാപൂരങ്ങളും കർണന്റെ ആഗമനത്തോടെ നിഷ്പ്രഭമായതുപോലെ. അത്രയ്ക്കും അതിതേജസ്സായിരുന്നു കർണന്. കന്യകയായിരിക്കുമ്പോൾ കുന്തിദേവിക്ക് സൂര്യനാൽ ജനിച്ച സൂര്യപുത്രൻ കർണൻ. കർണൻ വേദിയിലെത്തി ഇടിവെട്ടുന്ന ശബ്ദത്തോടെ പറഞ്ഞു, അർജുന, നീ ഇവിടെ കാണിച്ച വിദ്യകളൊക്കെ ഞാൻ കണ്ടു. പക്ഷെ ഞാനൊന്നു പറയുന്നു, ഈ വിദ്യകളൊക്കെ നീ അവതരിപ്പിച്ചതിനേക്കാൾ 10 മടങ്ങ് ഭംഗിയോടെ ഞാൻ കാണിക്കാം. അർജുന, നീ അത്രയ്ക്കങ്ങ് അഹങ്കരിക്കേണ്ട. ഒരു വില്ലാളി വീരൻ പോലും. കർണന്റെ ഇടിമുഴക്കം പോലുള്ള ഈ വാക്കുകൾ കേട്ട് ജനങ്ങളെല്ലാം ഒരു യന്ത്രം കണക്കെ എഴുന്നേറ്റുപോയി. ദുര്യോധനന് ഇത് നന്നേ രസിച്ചു. അർജുനൻ കാണിച്ച ആയുധാഭ്യാസ പ്രകടനങ്ങളെല്ലാം കർണൻ ദ്രോണാചാര്യരുടെ അനുവാദത്തോടെ അവിടെ അവതരിപ്പിച്ചു. കാണികളെല്ലാം വല്ലാത്ത ആശയക്കുഴപ്പത്തിലായി. അർജുനനോ കർണനോ, ആരാണ് മികച്ച അഭ്യാസി? കർണൻ വിജയഭാവത്തോടെ അർജുനന്റെ നേർക്ക് മിഴിയയച്ചു. അപ്പോഴുള്ള അർജുനന്റെ മനോഭാവം എന്തായിരുന്നുവെന്ന് അർജുനന് മാത്രം അറിയാവുന്ന രഹസ്യം. ദുര്യോധനൻ സന്തോഷത്തോടെ തൻ്റെ സഹോദരന്മാരോടൊപ്പം ചെന്ന് കർണനെ ആലിംഗനം ചെയ്യുന്നു. ശേഷം കർണൻ അർജുനനെ ദ്വന്ദ്വയുദ്ധത്തിന് ക്ഷണിക്കുന്നു. ഇത് കേട്ട് അർജുനൻ പറഞ്ഞു, കർണ, വിളിക്കാതെ വന്നു കയറിയ നിന്നെ ഒരു സ്ഥലത്തേക്ക് ഞാൻ അയക്കുന്നുണ്ട്. നീ മരിക്കുവാൻ തയ്യാറായിക്കൊള്ളുക. അർജുനന്റെ ഈ വാക്കുകൾ കേട്ട് കർണൻ പറഞ്ഞു, അഹങ്കാരം പറയാതെ അർജുന. ഒരു വില്ലാളി വീരൻ വാക്കുകൾ കൊണ്ടല്ല യുദ്ധം ചെയ്യേണ്ടത്. ധൈര്യമുണ്ടെങ്കിൽ നീ ആയുധമെടുക്ക്. ഗുരുവിൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ നിന്റെ തലയെടുക്കുന്നതാണ്. കർണൻ വിളിച്ചു പറഞ്ഞു. എല്ലാവരും അമ്പരന്നു നിൽക്കുന്നു. ആയുധാഭ്യാസ പ്രദർശനവേദി ഇതാ ഒരു യുദ്ധവേദിയാകുവാൻ ഒരുങ്ങുന്നു. ഉടൻ അർജുനനും കർണനും ഏറ്റുമുട്ടും എന്ന പ്രതീതി. കർണന്റെ പിന്നിൽ കൗരവരും അർജുനന്റെ പിന്നിൽ ദ്രോണകൃപ ഭീഷ്മാദികളും. ആ രംഗമാകെ 2 പക്ഷമായി. കാണികളായ സ്ത്രീകൾക്കിടയിൽ പോലും പക്ഷഭേദമുണ്ടായി. അർജുനനും കർണനും ഏറ്റുമുട്ടുവാൻ ഒരുങ്ങവേ കുന്തിദേവി മോഹാലസ്യപ്പെട്ടു നിലത്തു വീണു. ആർക്കും ഒന്നും മനസ്സിലായില്ല. പക്ഷെ കുന്തിദേവി ബോധരഹിതയായി വീണതിൽ കാര്യമുണ്ട്. കർണനും അർജുനനും രണ്ടും തൻ്റെ മക്കൾ. അരുതേ, യുദ്ധമരുതേ, നിങ്ങൾ സഹോദരങ്ങളാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയുവാൻ കുന്തിദേവിക്ക് തോന്നി. കർണ, പൊന്നുമകനെ, മനസ്സുകൊണ്ട് മാത്രം താലോലിച്ച എൻ്റെ ആദ്യപുത്രൻ, മോനെ കർണ. അങ്ങനെ ചിന്തിച്ച് അടക്കുവാനാവാത്ത സങ്കടത്തിരത്തള്ളലിൽ കുന്തിദേവി ബോധം നശിച്ച് നിലത്തു വീണുപോയി. കർണനും അർജുനനും ഏറ്റുമുട്ടുവാൻ തയ്യാറായി നിൽക്കവേ കൃപർ വേദിയിലേക്ക് വന്നു. കൃപർ കർണനോട് ഇപ്രകാരം ചോദിച്ചു, കർണ, യുദ്ധമുറയനുസരിച്ച് ചില കാര്യങ്ങൾ ഇവിടെ വെളിപ്പെടുത്തേണ്ടതുണ്ട്. കുരുവംശത്തിൽ പാണ്ഡുവിൻ്റെയും കുന്തിദേവിയുടെയും പുത്രനായ അർജുനനാണ് നിന്റെ എതിരാളി. നീയും ഇതുപോലെ നിന്റെ വംശത്തിൻ്റെ പേര് പറഞ്ഞാലും. നിന്റെ വംശമേതാണ്? ഏതു രാജവംശത്തിലെ സന്തതിയാണ് നീ? നീ ഏതു രാജാവിൻ്റെ മകനാണ്? നിന്റെ അച്ഛനമ്മമാരുടെ പേരുകൾ നീ പറഞ്ഞാലും. അതിനുശേഷം അർജുനൻ നിന്നോട് യുദ്ധം ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് കർണ നീ മറുപടി പറഞ്ഞാലും. കൃപരുടെ ഈ ചോദ്യങ്ങൾ കേട്ട് സൂതപുത്രൻ എന്നറിയപ്പെടുന്ന കർണന്റെ മുഖം താണു, അതിവർഷമേറ്റ് തണ്ടൊടിഞ്ഞ താമരപ്പൂ പോലെ. ഉടൻ ദുര്യോധനൻ എഴുന്നേറ്റ് പറഞ്ഞു, ആചാര്യ, അർജുനൻ രാജാവിനോടല്ലാതെ ആരോടും യുദ്ധം ചെയ്യില്ലെങ്കിൽ ഞാനിതാ ഈ കർണനെ ഇവിടെ വെച്ച് തന്നെ അംഗരാജ്യത്തിലെ രാജാവായി അഭിഷേകം ചെയ്യുന്നു. കൊടിയ അപമാനത്തിൽ തല താഴ്ത്തി നിന്ന കർണന്റെ ശിരസുയർന്നു. സ്നേഹവും കൃതജ്ഞതയും സ്ഫുരിക്കുന്ന മുഖഭാവത്തോടെ കർണൻ ദുര്യോധനനെ നോക്കി. പിന്നെ ഒട്ടും വൈകിയില്ല. അവിടെ വെച്ച് തന്നെ കർണനെ അംഗരാജ്യത്തിലെ രാജാവായി ദുര്യോധനൻ അഭിഷേകം ചെയ്യുന്നു. പുണ്യജലം കൊണ്ട് യഥാവിധി പൂജ ചെയ്യിച്ച് കർണനെ കിരീടമണിയിക്കുന്നു. കുട, വെൺചാമരം മുതലായ രാജചിഹ്നങ്ങൾ അവിടെ നിരന്നു. പൊൻപീഠത്തിൽ വെൺകൊറ്റ കുടയ്ക്കു കീഴെ അംഗരാജ്യത്തിലെ രാജാവ് കർണൻ. ദുര്യോധനനെ ഗാഠമായി ആലിംഗനം ചെയ്ത് കർണൻ ചോദിക്കുന്നു, ഒരു നിമിഷം കൊണ്ട് എന്നെ അംഗരാജ്യത്തിലെ രാജാവാക്കി മാറ്റിയ ദുര്യോധന, പ്രിയമിത്രമേ, ഞാൻ അങ്ങേക്ക് എന്ത് പ്രത്യുപകാരമാണ് നൽകേണ്ടത്? കർണന്റെ ഈ ചോദ്യം കേട്ട് ദുര്യോധനൻ പറഞ്ഞു, കർണ, എനിക്ക് ഒരു പ്രത്യുപകാരവും നൽകേണ്ടതില്ല. എന്നും നീ എൻ്റെ സുഹൃത്തായിരിക്കണം. അതുമാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഉറച്ച ശബ്ദത്തോടെ കർണൻ പറഞ്ഞു, ഈ കർണന്റെ ശരീരത്തിൽ ഒടുവിലത്തെ ശ്വാസം നിലയ്ക്കുന്ന നേരം വരേക്കും ദുര്യോധന, ഞാൻ അങ്ങയുടെ സുഹൃത്തായിരിക്കും. അതിന് ഒരു മാറ്റവും സംഭവിക്കില്ല. സൂര്യൻ അസ്തമിച്ചു. സഭ പിരിഞ്ഞു. കർണന്റെ കൈ പിടിച്ചുകൊണ്ട് ദുര്യോധനൻ നടന്നു മറയുന്നു. അന്നു മുതൽ കർണൻ ദുര്യോധനന്റെ ആത്മമിത്രവും
പാണ്ഡവരുടെ ബദ്ധവൈരിയുമായി തീർന്നു.